ചെറുതെങ്കിലും ഇമ്മിണി വലിയ കാര്യം. ഇന്നൊരു സിനിമാ കഥയാണ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മമ്മൂക്ക കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ച ഭ്രമയുഗം എന്ന സിനിമ പുറത്തിറങ്ങാൻ പോവുകയാണ്. ഞാൻ ഉൾപ്പെടുന്ന ഡാർക്ക് സ്റ്റോറീസ് ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആളുകൾക്ക് വേണ്ടി നിർമ്മിച്ച ഒരു സിനിമയാണ് അത് എന്ന് ഇറങ്ങിയ പോസ്റ്ററുകളിലൂടെയും ട്രെയിലറിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതേക്കുറിച്ച് ഒരുപാട് കഥകളും ചുറ്റും പരക്കുന്നുണ്ട്. അതിലൊരു പേരാണ് കുഞ്ചമൺ പോറ്റി. ചിലർക്കെങ്കിലും ആ പേര് പരിചിതമായിരിക്കും. കേരളത്തിലെ യക്ഷിക്കഥകളെക്കുറിച്ചും ദുർമന്ത്രവാദികളുടെ തറവാടുകളെക്കുറിച്ചും പ്രതിപാദിക്കുന്ന കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ ചാത്തന്മാരെ സേവിച്ച് പ്രത്യക്ഷപ്പെടുത്തിയ കുഞ്ചമൺ മഠത്തെക്കുറിച്ചും കുഞ്ചമൺ പോറ്റിയെക്കുറിച്ചും ഏതാനും കഥകൾ പറയുന്നുണ്ട്. എന്നാൽ ഭ്രമയുഗം എന്ന സിനിമയിൽ മമ്മൂക്ക അവതരിപ്പിക്കുന്നത് കുഞ്ചമൺ പോറ്റി എന്ന കഥാപാത്രത്തെ അല്ല എന്നും അത് പൂർണ്ണമായും ഒരു ഫിക്ഷണൽ സ്റ്റോറിയാണ് എന്നും അതിൻ്റെ സംവിധായകൻ ഒരു ഇന്റർവ്യൂവിൽ വിശദീകരിക്കുന്നുണ്ട്. ഭ്രമയുഗം എന്ന സിനിമയുടെ ട്രെയിലറിൽ വിശദീകരിക്കുന്നത് പോലെ ചില കഥകൾ കുഞ്ചമൺ പോറ്റിയെക്കുറിച്ചും പരക്കുന്നുണ്ട്. ഒരിക്കൽ അകപ്പെട്ടാൽ പിന്നൊരു തിരിച്ചുപോക്കില്ല എന്ന് പറയുന്നത് ക്ഷയിച്ചു പോയ കുഞ്ചമൺ മഠത്തെക്കുറിച്ചായിരിക്കാം എന്നുള്ള ചർച്ചകളും നടക്കുന്നുണ്ട്. ഒരിക്കൽ ചാത്തന്മാരെ സേവിച്ച തറവാടുകൾ പിന്നീട് അതിനുള്ള സാഹചര്യമില്ലാതെയാകുമ്പോൾ ചാത്തന്മാർ തന്നെ കുളം തോണ്ടുമെന്ന് പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ മുച്ചൂടും നശിച്ച ഒരു തറവാടായിരിക്കുമോ ട്രെയിലറിൽ പറയുന്നത് എന്നുള്ള ചർച്ചകളും പുരോഗമിക്കുന്നുണ്ട്. ഐതിഹ്യമാലയിൽ കുഞ്ചമൺ പോറ്റിയുടെ കഥ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു രൂപമുണ്ട്. ഏതാണ്ട് അതിനോട് സാമ്യമുള്ള ഒരു രൂപത്തിൽ തന്നെയാണ് ഭ്രമയുഗം എന്ന സിനിമയിൽ മമ്മൂക്ക വരുന്നത്. ഇതും ഇത്തരം ചിന്തകൾക്ക് ഒരു കാരണമായിട്ടുണ്ട്. പ്രധാനമായും ഐതിഹ്യമാലയിൽ 4 കഥകളിലാണ് കുഞ്ചമൺ പോറ്റിയെക്കുറിച്ച് വിശദീകരിക്കുന്നത്. കള്ളിയങ്കാട്ട് നീലിയെ തളയ്ക്കാൻ പോകുന്ന കഥയും മറ്റപ്പള്ളി നമ്പൂതിരിപ്പാടിന്റെ കഥയിലും കാലടി ഭട്ടതിരിപ്പാടിന്റെ കഥയിലും കടമറ്റത്ത് കത്തനാരുടെ കഥയിലും. കത്തനാരുടെ കാലത്ത് തന്നെയായിരുന്നു കുഞ്ചമൺ പോറ്റിയും ജീവിച്ചിരുന്നത്. ഇരുവരും ഉറ്റ സ്നേഹിതരായിരുന്നു എന്നും ഐതിഹ്യമാലയിൽ പറയുന്നുണ്ട്. ചാത്തനെ സേവിച്ചിരുന്ന കുഞ്ചമൺ പോറ്റിക്ക് ഭൃത്യന്മാരായി ഉണ്ടായിരുന്നതും ചാത്തന്മാരായിരുന്നു. ഈ ചാത്തന്മാരെ ഉപയോഗിച്ച് എന്ത് ചെയ്യുവാനും കുഞ്ചമൺ പോറ്റിക്ക് സാധിച്ചിരുന്നു. ദുർമന്ത്രവാദിയായിരുന്ന കടമറ്റത്ത് കത്തനാർക്ക് പോലും ചാത്തന്മാരെ തൻ്റെ ആശ്രിതനാക്കുവാൻ സാധിച്ചിരുന്നില്ല. അതിനാൽ ഒരിത്തിരി അസൂയയും കത്തനാർക്ക് പോറ്റിയോടുണ്ടായിരുന്നതായും പല കഥകളിലും വിശദീകരിക്കുന്നുണ്ട്. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ഒരിക്കൽ ഇരുവരും തങ്ങളുടെ കഴിവുകൾ കൊണ്ട് മത്സരിച്ചെന്നും എന്നാൽ അതിനുശേഷം ഇരുവരും ഒരിക്കലും തമ്മിൽ മത്സരിക്കില്ല എന്ന യോജിപ്പിലെത്തിയെന്നും ഐതിഹ്യമാലയിൽ കൊട്ടാരത്തിൽ ശങ്കുണ്ണി വിശദീകരിക്കുന്നുണ്ട്. ആ കഥ ഇതിനു മുമ്പ് കടമറ്റത്ത് കത്തനാർ എന്ന വീഡിയോയിൽ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. എങ്കിലും ഒന്നുകൂടി പറയാം. ചാത്തന്മാരെ ഭൃത്യന്മാരാക്കി കൊണ്ടു നടന്നിരുന്ന ഒരു മന്ത്രവാദിയായിരുന്നു കുഞ്ചമൺ പോറ്റി എന്ന് നേരത്തെ തന്നെ പറഞ്ഞല്ലോ. അദ്ദേഹം തോണിയിൽ യാത്ര ചെയ്തിരുന്നത് പോലും ചാത്തന്മാരെ കൊണ്ട് തുഴയിച്ചാണ് എന്നാണ് പല കഥകളിലും പറഞ്ഞു കേൾക്കുന്നത്. ഒരിക്കൽ കടമറ്റത്ത് കത്തനാർക്ക് കുഞ്ചമൺ മഠം ഒന്ന് സന്ദർശിക്കാൻ ആഗ്രഹം തോന്നി. അങ്ങനെ അദ്ദേഹം കുഞ്ചമൺ മഠത്തിലേക്ക് യാത്ര തിരിച്ചു. ചാത്തന്മാരെ കൊണ്ട് തോണി തുഴച്ചു പോകുന്ന കുഞ്ചമൺ പോറ്റിയെ ഒന്ന് കളിയാക്കാനായി തൻ്റെ മന്ത്രവിദ്യ കൊണ്ട് താനെ നീങ്ങുന്ന തോണിയിലായിരുന്നു അദ്ദേഹം കുഞ്ചമൺ മഠത്തിലേക്ക് യാത്ര ചെയ്തത്. തനിയെ നീങ്ങുന്ന തോണിയുമായി വരുന്ന കത്തനാരെ കണ്ടപ്പോൾ തന്നെ ഇത് തന്നെ കളിയാക്കാനായുള്ള വരവാണ് എന്ന് പോറ്റിക്ക് മനസ്സിലായി. അദ്ദേഹം മനസ്സിലൊരു കുസൃതിയും ഒപ്പിച്ചു. അങ്ങനെ സൽക്കാരം കഴിഞ്ഞ് കടവിലേക്ക് വന്ന് കത്തനാർ കണ്ടത് തൻ്റെ തോണി അപ്പുറത്തെ ഒരു മാവിന് മുകളിൽ നിൽക്കുന്നതാണ്. ഇത് പോറ്റിയുടെയും ചാത്തന്മാരുടെയും കളിയാണ് എന്ന് മനസ്സിലാക്കിയ കത്തനാർ പറഞ്ഞു, അയ്യോ, എൻ്റെ തോണി എങ്ങനെ മാവിൻ മുകളിലെത്തി? ഇനി ഞാൻ എന്തു ചെയ്യും? അതിഥിയെ കടവ് വരെ എത്തിക്കുക എന്നത് മാത്രമാണ് ഒരു ആതിഥേയൻ എന്ന നിലയിൽ എനിക്ക് ചെയ്യാൻ സാധിക്കുന്നത് എന്ന് പോറ്റി മറുപടി പറഞ്ഞു. ആരാണോ എൻ്റെ തോണി മാവിന്മേൽ കയറ്റിയത് അയാൾ തന്നെ അത് ഇറക്കിയില്ല എങ്കിൽ മഠത്തിലെ അന്തർജനങ്ങൾ വിവസ്ത്രരായി വന്ന് അത് ചെയ്യും എന്നായിരുന്നു കത്തനാരുടെ പക്ഷം. ഓഹോ, എങ്കിൽ അതൊന്ന് കാണട്ടെ. പോറ്റി കത്തനാരെ ഒന്ന് ചൊടിപ്പിച്ചു. ഒന്ന് കണ്ണടച്ച് തുറന്നപ്പോൾ പോറ്റി കണ്ടത് മഠത്തിൽ നിന്നും വിവസ്ത്രരായി പുറത്തേക്ക് ഇറങ്ങുന്ന അന്തർജനങ്ങളെയായിരുന്നു. അയ്യോ എൻ്റെ കത്തനാരെ, അവരെ നാണം കെടുത്തല്ലേ എന്ന് പറഞ്ഞ് കത്തനാരോടും മാപ്പ് പറഞ്ഞതായാണ് ഐതിഹ്യമാലയിൽ വിശദീകരിക്കുന്ന ഒരു കഥ. ഐതിഹ്യമാലയിൽ കുഞ്ചമൺ പോറ്റിയെക്കുറിച്ച് മറ്റൊരു തോണിക്കഥയും കാണാൻ സാധിക്കും. അത് തൻ്റെ തോണിയും ചാത്തന്മാരുമായി ഒരിക്കൽ കുഞ്ചമൺ പോറ്റി കാലടി ഭട്ടതിരിയെ കാണാൻ പോയതായാണ് സന്ദർഭം. മഹാവിഘ്നേശ്വര ഭക്തനായിരുന്ന ഭട്ടതിരിയോട് കുഞ്ചമൺ പോറ്റി പറഞ്ഞു, സേവിക്കുകയാണെങ്കിൽ ചാത്തന്മാരെ തന്നെ സേവിക്കണം, എങ്കിലേ ആവശ്യത്തിന് ഗുണം ചെയ്യൂ എന്ന്. അത് തന്നെയും തൻ്റെ ആരാധനാമൂർത്തിയായ ഗണപതിയെയും അപമാനിക്കുന്നതിന് തുല്യമാണ് എന്ന് മനസ്സിലാക്കിയ ഭട്ടതിരി ചെറിയൊരു കുസൃതി ഒപ്പിച്ചു. കുഞ്ചമൺ പോറ്റിയുടെ തോണി മരത്തിന് മേലെ കയറ്റി. കുഞ്ചമൺ പോറ്റിയുടെ ചാത്തന്മാർ പഠിച്ച പണി 18 നോക്കി. തോണി താഴെയിറക്കാൻ സാധിച്ചില്ല.
അതിന് കാരണം ഭട്ടതിരിയുടെ ഗണപതിയുടെ ശക്തിയാണ് എന്നായിരുന്നു കുഞ്ചമൺ പോറ്റിക്ക് മനസ്സിലായത്. ആകെ വിഷമിച്ചു പോയ കുഞ്ചമൺ പോറ്റിയോട് ഭട്ടതിരി പറഞ്ഞു, ഇനി തൻ്റെ ചാത്തന്മാരോട് ഒന്ന് ശ്രമിക്കാൻ പറയും, ഞാൻ ഗണപതിയോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന്. അങ്ങനെ ചാത്തന്മാർ വീണ്ടും ശ്രമിച്ചു. തോണി താഴെ ഇറക്കിയതായാണ് കഥ പറയുന്നത്. ഐതിഹ്യമാലയിൽ കുഞ്ചമൺ പോറ്റിയെക്കുറിച്ച് പ്രധാനമായും വിശദീകരിക്കുന്നത് കുഞ്ചമൺ പോറ്റിയും മറ്റപ്പള്ളി നമ്പൂതിരിയും എന്ന കഥയിലാണ്. മറ്റപ്പള്ളി നമ്പൂതിരിമാർ അറിയപ്പെട്ടിരുന്നത് മറ്റപ്പള്ളി ഭദ്രകാളി നമ്പൂതിരിമാർ എന്നായിരുന്നു. ആ പേരിലെ ഭദ്രകാളി നഷ്ടമായത് കുഞ്ചമൺ പോറ്റി കാരണവും. മറ്റപ്പള്ളി നമ്പൂതിരിമാർ വൈക്കം ക്ഷേത്രത്തിലെ പാതി തന്ത്രിമാരായിരുന്നു, മറുപാതി മേക്കാട്ട് നമ്പൂതിരിമാരായിരുന്നു. അതിനു പിന്നിലും ഒരു കഥയുണ്ട്. ഒരിക്കൽ വേമ്പനാട്ട് കായലിലൂടെ സഞ്ചരിക്കുകയായിരുന്നു മറ്റപ്പള്ളി ഭദ്രകാളി നമ്പൂതിരി. ഏകദേശം വൈക്കം പടിഞ്ഞാറ് ഭാഗത്തെത്തിയപ്പോഴാണ് അദ്ദേഹം ഒരു ശബ്ദം കേട്ടത്. ആരോ ഒരാൾ പാണി കൊട്ടുന്ന ശബ്ദം. ഇതുവരെ കേട്ടിട്ടില്ലാത്ത അത്രയ്ക്കും മനോഹരമായിരുന്നു ആ പാണികൊട്ടൽ. അതാരാണ് കൊട്ടുന്നത് എന്നറിയാൻ അദ്ദേഹം തോണി കരയ്ക്കടുപ്പിച്ച് ക്ഷേത്രത്തിലേക്ക് ചെന്നു. അവിടെ അദ്ദേഹം കണ്ടത് ശ്രീകോവിലിന് മുമ്പിൽ ഒരു സ്ത്രീ നിന്ന് പാണി കൊട്ടുന്ന കാഴ്ചയായിരുന്നു. ഉത്സവ ബലിയോടനുബന്ധിച്ചിട്ടുള്ള ഒരു പാണികൊട്ടായിരുന്നു അവിടെ നടന്നത്. സാധാരണഗതിയിൽ ക്ഷേത്രത്തിൽ കൊട്ടും പാട്ടും നടത്തിയിരുന്നത് പുരുഷന്മാരായിരുന്നു. ഇതെന്താണ് ഇവിടെ ഒരു സ്ത്രീ എന്ന് അദ്ദേഹം അത്ഭുതപ്പെട്ടു. അന്വേഷിച്ചപ്പോഴാണ് അതേക്കുറിച്ചുള്ള കാരണം അദ്ദേഹത്തിന് മനസ്സിലാവുന്നത്. ആ തലമുറയിൽ പുരുഷന്മാരില്ലാത്ത ഒരു ഇല്ലത്തെ സ്ത്രീയായിരുന്നു അത്. ആ അമ്പലത്തിൽ നടത്തുന്ന കൊട്ടുംപാട്ടിലൂടെയും ലഭിക്കുന്ന പടച്ചോറായിരുന്നു അവരുടെ ഏക ഭക്ഷണം. അതുകൊണ്ട് തന്നെ ഏതൊക്കെയോ മാരാന്മാരെ കൊണ്ട് കൊട്ടുംപാട്ടും നടത്തി അവർ ജീവിച്ചു പോരുകയായിരുന്നു. ഉത്സവബലിയുടെ തലേന്ന് ആരുടെയൊക്കെയോ നിർബന്ധപ്രകാരം ആ മാരന്മാർ ഇല്ലത്ത് വന്ന് പറഞ്ഞു, ഇനി ഈ ഇല്ലത്തിനു വേണ്ടി ക്ഷേത്രത്തിൽ കൊട്ടുംപാട്ടും അവർ നടത്തുകയില്ല എന്ന്. അങ്ങനെ കൊട്ടുംപാട്ടും നടത്തിയിട്ടില്ല എങ്കിൽ ക്ഷേത്രത്തിൽ അതിനുള്ള അവകാശം ഇല്ലത്തിന് നഷ്ടമാവുകയും അതോടെ കിട്ടാറുള്ള പടച്ചോറ് നഷ്ടമാവുകയും ചെയ്യും. ആ സ്ത്രീ ആകെ ഭയന്ന് വിഷമിച്ചിരിക്കുകയായിരുന്നു. അന്ന് രാത്രി അവരുടെ സ്വപ്നത്തിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെടുകയും അവരോട് നേരിട്ട് വന്ന് പാണി കൊട്ടാൻ ആവശ്യപ്പെടുകയും ചെയ്തു എന്നാണ് ആ സ്ത്രീ പറയുന്നത്. ഇതേ ദർശനം ക്ഷേത്രത്തിലെ തന്ത്രിക്കും രാജാവിനും ഉണ്ടായതായും പറയുന്നു. അതുകൊണ്ട് തന്നെ അന്ന് ക്ഷേത്രത്തിൽ ആദ്യമായി ആ സ്ത്രീ പാണികൊട്ടി. ഭഗവാൻ നേരിട്ട് അനുഗ്രഹിച്ചത് കൊണ്ടാവണം ഇത്രയും മനോഹരമായി അവർക്ക് പാണി കൊട്ടാൻ സാധിച്ചത് എന്ന് എല്ലാവരും വിശ്വസിക്കുന്നു. അതിൽ ഒരു അത്ഭുതവും സംഭവിച്ചു. അത്രയും മനോഹരമായ പാണികൊട്ടിൽ ഭഗവാന്റെ ഭൂതഗണങ്ങളെല്ലാം ക്ഷേത്രത്തിനു മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയായിരുന്നു. എന്നാൽ ഇത് കണ്ട് പ്രധാന തന്ത്രിയായിരുന്ന മേക്കാട്ട് നമ്പൂതിരി ഭയന്നുപോയി. ഇത് തന്നെ കൊണ്ട് ഒറ്റയ്ക്ക് കൂട്ടിയാൽ കൂടില്ല എന്നും തന്നെ സഹായിക്കണമെന്നും അദ്ദേഹം മറ്റപ്പള്ളി ഭദ്രകാളി നമ്പൂതിരിയോട് ആവശ്യപ്പെട്ടു. അങ്ങനെ മറ്റപ്പള്ളി നമ്പൂതിരിയും മേക്കാട്ട് നമ്പൂതിരിയും ചേർന്ന് തന്ത്രവിദ്യകൾ നടത്തി ഭൂതഗണങ്ങളെ തൃപ്തിപ്പെടുത്തി പറഞ്ഞയക്കുകയായിരുന്നു എന്നാണ് കഥ. അതിനുശേഷം വൈക്കം ക്ഷേത്രത്തിൽ മറ്റപ്പള്ളി ഭദ്രകാളി നമ്പൂതിരിയും മേക്കാട്ട് നമ്പൂതിരിയും തന്ത്രിമാരായിരുന്നു. ഇനി മറ്റപ്പള്ളി ഭദ്രകാളി നമ്പൂതിരിയുടെ പേരിലെ ഭദ്രകാളി എങ്ങനെയാണ് നഷ്ടമായത് എന്നൊന്ന് നോക്കാം. നമ്മുടെ നായകൻ കുഞ്ചമൺ പോറ്റിയുമായി ഒരിക്കൽ മറ്റപ്പള്ളി നമ്പൂതിരി ചർച്ചയിലായിരുന്നു. ആ ചർച്ചയിലും കുഞ്ചമൺ പോറ്റി പറഞ്ഞു, സേവിക്കുകയാണ് എങ്കിൽ ചാത്തന്മാരെ തന്നെ സേവിക്കണം, എങ്കിലേ ആവശ്യത്തിന് ഉപകാരപ്പെടൂ എന്ന്. എന്നാൽ ഭദ്രകാളി വിളിപ്പുറത്തുള്ള മറ്റപ്പള്ളി നമ്പൂതിരിക്ക് അതങ്ങ് ബോധിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, തനിക്ക് ഭദ്രകാളിയെ കൃത്യമായി അറിയാത്തത് കൊണ്ടാണ് എന്ന്. എങ്കിൽ നമുക്കൊന്ന് മത്സരിച്ച് നോക്കാമെന്ന് കുഞ്ചമൺ പോറ്റിയും പറഞ്ഞു. ആരെവിടെ, നമുക്കൊന്ന് മുറുക്കണം, പോറ്റി ഉറക്കം പറഞ്ഞു. അപ്പോൾ ഒരു വെറ്റില ചെല്ലം വായുവിൽ പറന്നു വന്ന് പോറ്റിയുടെ മടിയിലിരുന്നു. അതിൽ നിന്നും ഒരു മുറുക്കാനെടുത്ത് മുറുക്കി വിജയഭാവത്തിൽ അദ്ദേഹം നമ്പൂതിരിയെ ഒന്ന് നോക്കി. കാളി എവിടെ, എനിക്ക് മുറുക്കണം, നമ്പൂതിരി ഉറക്കം പറഞ്ഞു. അപ്പോൾ അതിസുന്ദരിയായ ഒരു പെൺകുട്ടി നിലം തൊടാതെ പറന്നു വന്ന് ഒരു മുറുക്കാനെടുത്ത് നമ്പൂതിരിക്ക് കൊടുത്തു. കോളാമ്പി എവിടെ, കുഞ്ചമൺ പോറ്റി ഉറക്ക ചോദിച്ചു. അപ്പോൾ വായുവിൽ ഒരു കോളാമ്പി പറന്നു വന്ന് അദ്ദേഹത്തിന്റെ മടിയിലിരുന്നു. അദ്ദേഹം മുറുക്കി ചവച്ച് അതിൽ തുപ്പി. കാളി എവിടെ, എനിക്കൊരു കോളാമ്പി വേണം. ഉടനെ ആ പെൺകുട്ടി ഒരു കോളാമ്പിയുമായി നമ്പൂതിരിയുടെ അടുത്തെത്തി. നമ്പൂതിരി അതിലും മുറുക്കി ചവച്ച് തുപ്പി. ഹഹാ, ശരി, കാളിയെ കൊണ്ടും ഇതൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്തായാലും നല്ലത് എന്ന് പറഞ്ഞ് കുഞ്ചമൺ പോറ്റി യാത്രയായി. കുഞ്ചമൺ പോറ്റി അവിടെ നിന്നും പോയ ഉടനെ തന്നെ നമ്പൂതിരിന് മുമ്പിൽ ഭദ്രകാളി പ്രത്യക്ഷപ്പെടുകയായിരുന്നു. അവർ പറഞ്ഞു, കുഞ്ചമൺ പോറ്റിയുടെ മുമ്പിൽ നടത്തിയ ഈ ഒരു പ്രവൃത്തി തന്നെ അപമാനിതയാക്കിയെന്നും ഇനി ഒരിക്കലും താൻ വിളിപ്പുറത്തുണ്ടാവില്ല എന്നും പറഞ്ഞ് അവിടെ നിന്നും അപ്രത്യക്ഷയായി. അതോടുകൂടി മറ്റപ്പള്ളി ഭദ്രകാളി നമ്പൂതിരിയിൽ നിന്നും ഭദ്രകാളി നഷ്ടമാവുകയും അതിനുശേഷം മറ്റപ്പള്ളി നമ്പൂതിരി എന്നറിയപ്പെടുകയും ചെയ്തു.
പഴങ്കഥകളിൽ കുഞ്ചമൺ പോറ്റിയുടെ മന്ത്രവിദ്യകളെക്കുറിച്ചും ചാത്തൻ സേവയെക്കുറിച്ചും പല കഥകളുണ്ട് എങ്കിലും ഏറ്റവും പ്രശസ്തമായത് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാല തന്നെയാണ്. പണ്ട് ചിത്രകഥകളിൽ ഭയപ്പെടുത്തുന്ന കുഞ്ചമൺ പോറ്റിയുടെ ചാത്തൻ കഥകൾ വായിച്ചതായി ഞാൻ ഓർക്കുന്നുണ്ട്. ചാത്തന്മാരെ സേവിച്ചിരുന്ന പല വലിയ മഠങ്ങളും പിന്നീട് ചാത്തന്മാരെ ഉപാസിക്കാൻ സാധിക്കാത്തതിനാൽ ചാത്തന്മാർ തന്നെ നശിപ്പിച്ചതും മുച്ചൂടും ഇല്ലാതാക്കിയതും പല നോവലുകളിലും വായിച്ചിട്ടുണ്ട്. അങ്ങനെ നരകമായി മാറിയ ഏതോ ഒരു മഠത്തിലായിരിക്കും ഭ്രമയുഗം സംഭവിക്കുന്നത്. കണ്ടറിയാം.